ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പെരുന്നാളൊക്കെ ആവാനായില്ലേ? ഇനിയിപ്പോൾ ഒരു 10 നോമ്പും കൂടെ ഉണ്ടല്ലേ നമുക്ക്. ഇൻഷാ അല്ലാഹ് പെരുന്നാളൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എല്ലാവരും തുണി എടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ? എല്ലാവരും പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ? നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പോവണം. എന്നാണ് എന്നുള്ളത് അറിയൂല. എന്തായാലും നമുക്ക് ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടുനോക്കിയാലോ. ഇന്നൊക്കെ ഞാൻ പണികൾ തുടങ്ങാൻ തന്നെ നല്ല നേരം വൈകിയിട്ടുണ്ടായിനി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നോമ്പ് തുറക്കാനും നേരം വൈകിയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന നേരത്തും നമ്മൾ അടുക്കളയിൽ പണി തന്നെ ഇനി കേട്ടോ. ഇതുവരെ അങ്ങനെ ആയിട്ടില്ലായിരുന്നു. ഇന്ന് എന്താണാവോ 4:30 4:45 ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിനി കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ അതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ കടി വെള്ളപ്പവും ബീഫ് കറിയുമാണ്. അപ്പോൾ വെള്ളപ്പത്തിനുള്ള ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ട് പിന്നെ കടീൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കറി ആക്കണം, അതുപോലെ കട്ട്ലേറ്റിനുള്ളതാക്കണം. പിന്നെ സാധനം കൊണ്ടുവന്നപ്പോൾ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിനി കേട്ടോ. കപ്പ കുറേയൊന്നുമില്ല, ഒരു വലിയൊരു കപ്പ കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അതും ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കണം. അങ്ങനെ എല്ലാം കുറച്ചാക്കിയിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ മാവ് പിന്നെ വേണമെങ്കിൽ ചുടാം, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ കടിക്ക് വേണമെങ്കിൽ ചുട്ട് കൊടുക്കുക. നാഫിമോനും നാച്ചിയും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പൊലച്ചക്കത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എന്തായാലും കട്ട്ലേറ്റിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റെസിപ്പി ആയിട്ട് പറയണ്ടല്ലോ, നമ്മളെപ്പോഴും ഇതന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ വെറൈറ്റിക്കൊന്നും പോവില്ല കേട്ടോ. നമ്മൾ ഫോണിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ കാണും കേട്ടോ. ഓരോരോ കടികൾ ഓരോരുത്തർ ഇങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഇരുന്ന് കാണുമേ. എന്നിട്ട് അടുക്കളയിൽ വന്നാൽ എന്താ അറിയോ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് എന്താണോ അതീമക്ക് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോവുക. അങ്ങനെ കട്ട്ലേറ്റിനുള്ള മസാലയൊക്കെ റെഡിയാക്കി. പിന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങിയതൊക്കെ ഞാനൊന്ന് ഉടച്ച് ഒക്കെ അതിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇറച്ചി ഇടുന്ന കാര്യം, ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടില്ലല്ലോ എന്ന് പിന്നെയാണ് കേട്ടോ ഓർമ്മ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗത ബീഫാണെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് വേഗം കുക്കറിലാക്കിയിട്ട് വെന്തതിൻ്റെ ശേഷം അതിൽ നിന്നൊരു കുറച്ച് കഷ്ണം എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി ആവാത്തത് കൊണ്ടാണ് ഇപ്പോൾ കട്ട്ലേറ്റും ആക്കാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇറച്ചിയൊക്കെ ഞാൻ നല്ലോണം കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഒന്ന് കുക്കറിലിട്ട് വേഗം ഒന്ന് കറിയാക്കി എടുക്കുകയാണ്. വലിയ കുക്കർ തന്നെ എടുത്തു കേട്ടോ ഞാൻ. അതിലേക്കുള്ളതൊന്നുമില്ല, അതിൻ്റെ അടിയിലൊരു ഇത്തിരിയേ ഉള്ളൂ. ചെറിയ കുക്കറിന് എന്തോ ഒരു വിസിൽ വരാണ്ട് ഒരു കളിപ്പിക്കൽ കേട്ടോ. നമ്മൾ പോയി ഇടയ്ക്കിടയ്ക്ക് 2 തല്ലൊക്കെ കൊടുക്കേണ്ട ഒരു സ്ഥിതിഗതിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കളിപ്പിക്കാനുള്ള നേരമൊന്നും ഇന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വലിയ കുക്കർ തന്നെ അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അത് അതിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ മല്ലിച്ചപ്പ്, പിന്നെന്താണ് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടീനി കേട്ടോ. ഒക്കെ കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മണി ഒരു ഇത്തിരി ഉലുവ, പറയുമ്പോൾ അങ്ങനെ 2 മണിന്നായി പോകുന്നതാണ് കേട്ടോ. ഒരു ഇച്ചിരി ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചെമ്പിൽ സാധാരണ നമ്മൾ അടുപ്പത്തുനിന്ന് വെക്കൂല ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കുക്കറിൽ വെക്കുമ്പോഴും ഞാൻ വെക്കൽ. ഇപ്പോൾ അടുപ്പിലേക്കൊന്നും പോകാനുള്ള നേരവും ഇല്ല, നല്ലോണം സമയവും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുക്കറിൽ തന്നെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മുളകും പൊടി, സാധാ മുളകും പൊടിയും കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ പിന്നെ ഇറച്ചിയിലേക്ക് തന്നെ ഇട്ടതാണ്. മല്ലിപ്പൊടി, അതുപോലെ ബീഫ് മസാല, ഒരു ഇത്തിരി കുരുമുളക് പൊടി ഒക്കെ കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി കരിയാണ്ടൊന്നിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ചൂടോടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് തണിയാനും നേരമില്ല, കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ബാക്കിയൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല.
അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇറച്ചി അതിൽ നിന്ന് എടുത്താലല്ലേ ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു സമയം കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് തീ കത്തിച്ചു. പൊലച്ചക്കത്തേക്കുള്ള വെറുംചോറിൻ്റെ വെള്ളം വെക്കുകയാണ് കേട്ടോ. എനിക്ക് വെറുംചോറ് സാധാ ഒരു ചോറ് ഇല്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. കടിയൊക്കെ ഉണ്ട്. ഇക്കയും കുട്ടികളൊക്കെ ഒരു പിന്നെ എന്താ പറയുക, കടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കഴിച്ചോളൂ. എനിക്ക് ആ ഒരു ഇത്തിരി ആണെങ്കിലും എന്തെങ്കിലും ഒരു താളിപ്പും ഒരു ചോറും ആ ഒരു സുഖം വേറെയാണ് കേട്ടോ. നമ്മൾ കുറച്ചാണെന്നുണ്ടെങ്കിലും ആ ഒരു ചോറ് കഴിക്കുമ്പോഴാണ് ഒരു ഇത് തൃപ്തി ആവുള്ളൂ. അപ്പോൾ എന്തെന്നാണെങ്കിലും ഞാനിതാ തീയൊക്കെ കത്തിച്ചു. നമ്മൾ വെറുംചോറിനേക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമൊക്കെ ആയല്ലോ, ഇപ്പോൾ ഇടക്കും തലക്കൊക്കെ ആണല്ലോ തീ കത്തിക്കൽ, എന്നൊന്നും കത്തിക്കലില്ലല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ഉഷാറിൽ അങ്ങോട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കത്തിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സമയം വിസിലൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മൾ കറി അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വേഗം കുറച്ച് അധികമൊന്നും ഇല്ല കേട്ടോ, ഒരു പേരിന് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈയോടെ വേഗം ഒന്ന് കറി ഒന്ന് വറവിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അയിമലേക്ക് ഇനി ചിന്തിക്കണ്ടല്ലോ, അതവിടെ ആയി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഞാൻ നിച്ചോളെ കൊണ്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാട്ടോ കറിയും ഒന്ന് വറവിട്ടെടുത്ത് കുറച്ചൊരു കുക്കറും കൂടെ അതിലുള്ളതൊക്കെ ഒന്ന് ചുഴറ്റി ഞാൻ കുറച്ചൊരു കറിയാക്കി. എന്താ വെച്ചാൽ നമുക്ക് കടിക്കും കൂടെ എടുക്കേണ്ടതാണ്. പിന്നെ കപ്പയിലേക്കൊക്കെ ഒരു അത്യാവശ്യം ഒരു കറി വേണമല്ലോ. അപ്പോൾ കുറച്ച് വരട്ടല്ലാതെ കുറച്ചൊരു കറി പോലെയാണ് കേട്ടോ ഇന്നാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുത്തത് കട്ട്ലേറ്റിൻ്റെ പരിപാടിയാണ്. കട്ട്ലേറ്റ് ഞാൻ എത്ര പിന്നെ നമ്മൾ കയ്യിലിട്ടിട്ട് സാധാരണ പോലെ ഇങ്ങനെ ആക്കാൻ നോക്കിയാലും ഷേപ്പുകൾ അങ്ങോട്ട് വലിയൊരു സുഖമായിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ കാണാനും വലിയൊരു മൊഞ്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ സാധാരണ ആക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു ചെറിയൊരു കുപ്പീൻ്റെ മൂടി എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ തേച്ചിട്ട് അതിലിങ്ങനെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഓരോ ബോൾസാക്കി ആ ഒരു കുപ്പീൻ്റെ മൂടിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ ആക്കി എടുക്കലാണ് കേട്ടോ. ഇതിപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ നിച്ചുവിനോട് പറയുകയാണ് 6 മണിയായി നിച്ചോളെ, ഇന്നിപ്പോൾ ഒന്നും ആവും തോന്നണില്ല. അന്ന് ജ്യൂസ് അടിക്കാനുള്ളതും പാലും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നിച്ചുവിനെ പാല് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ഇക്കൊന്ന് വരാനൊരു ഇത്തിരി നേരം വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. സാധാരണ ഇക്ക 6 മണിയാകുമ്പോൾ വരുന്നതാണ്. 6 മണിയാകുമ്പോൾ തന്നെയാണ് ഞാൻ എണ്ണക്കടി ചുടാൻ തുടങ്ങൽ. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ ആക്കിയെടുത്ത് മുട്ടയിലും ബ്രെഡിലൊക്കെ പൊതിഞ്ഞ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല നേരം പോയിട്ടുണ്ടായിനെ. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇന്ന് ബാങ്ക് കൊടുക്കുമ്പോഴും ഞങ്ങൾ അടുക്കളയിൽ പണിയെടുക്കേനു എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് അല്ലേ. കഴിഞ്ഞാലും നമുക്ക് പണി തന്നെ ഒരു സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നോമ്പുറക്കാനൊന്നും പറ്റാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. സാധാരണ ഞാൻ എല്ലാം തീർത്ത് അടുക്കളയും വൃത്തിയാക്കി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇതിനൊക്കെ ഇരിക്കൽ. ഇന്നിപ്പം ഒന്നും നടന്നില്ല കേട്ടോ. എന്തായാലും ഇതാ ഓരോന്നായിട്ട് കുപ്പീൻ്റെ എണ്ണയിലൊക്കെ തേച്ചു. കുപ്പീൻ്റെ എണ്ണയിൽ തേച്ചു എന്താ ഈ പറയണതില്ലേ, ഒക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആവണുണ്ട്. എന്തായാലും കുപ്പീൻ്റെ മൂടിയിൽ എണ്ണയൊക്കെ തേച്ച് ഞാൻ കട്ട്ലേറ്റിൻ്റെതൊക്കെ ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഒരു മുട്ട പൊട്ടിച്ചെടുത്തു. അതിൽ മുക്കിയിട്ടൊന്ന് ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ ഒന്ന് പുരട്ടി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം എല്ലാം അതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊന്നും കാണിക്കാനൊന്നുള്ള നേരവും ഇല്ല. മൊത്തത്തിൽ കാണിച്ച് ഞങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. എപ്പോഴും നമ്മൾ കാണിക്കുന്നതും എല്ലാവർക്കും അറിയണതും ആണല്ലോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചടങ്ങ് പോലെ ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ കാണിക്കണേന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഒരടുപ്പിൽ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്ത് എണ്ണച്ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് കക്കിരിയാണ് കേട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ ഇക്ക സാധനം വാങ്ങാൻ പോയപ്പോൾ കക്കിരി കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിച്ചുമോളോട് അതൊക്കെ മുറിച്ചിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ചുട്ട് ഒന്ന് ഏകദേശം ഓള് മുറിച്ചിട്ടുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇക്ക വേഗം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക തന്നെയാണ് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം നേരല്ലെങ്കിലും ഈ ഇങ്ങനെ തുടച്ചുകൊണ്ട് കിട്ടോ ഞാൻ. ഇത് എന്തോ ഒരു ശീലമാണ് കേട്ടോ. ഇങ്ങനെ പെരങ്ങി ഇങ്ങനെ കിടക്കുന്നത് എന്തോ ഒരു ഇഷ്ടമല്ലാത്ത പോലെ, എനിക്ക് അതൊരു ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ. അപ്പം ഞാൻ ആ പെരങ്ങണതിനനുസരിച്ച് ബാങ്ക് കൊടുത്തിട്ടും ഓരെല്ലാവരും ഇവിടെ നിന്ന് തന്നെ കേട്ടോ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് തന്നെ വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് ഈത്തപ്പഴമൊക്കെ അങ്ങനെ തിന്ന് അങ്ങനെ നോമ്പ് തുറന്നതേന് കേട്ടോ. ഒന്ന് ബാങ്കൊക്കെ കൊടുത്തേരം. എന്നിട്ടും ഞാൻ
ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം മേശമ്മ കൊണ്ടുവച്ചപ്പോഴും ഞാൻ എൻ്റെ മേശ ജ്യൂസ് അടിച്ചത് പെരങ്ങിയിട്ടുണ്ടായിനി. അതൊക്കെ തുടച്ച് എന്നിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ പോയിരുന്നത്. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് അങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് പൂയിപ്പിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്നാലും ഒരു സമാധാനം കിട്ടൂലേ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് തുടച്ച് നന്നാക്കി കഴുകാനുള്ളത് സിങ്കിലും കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്ര നേരം ആയില്ലേ, ഇനിയിപ്പം എന്താണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ കട്ട്ലേറ്റൊക്കെ ചുട്ടെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിനെല്ലാം കൂടെ ഇടയിൽ ഞാൻ പോയിട്ട് ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് വെന്തു, അതും ഒന്ന് വാർക്കാൻ വന്നിട്ടുണ്ട്. കട്ട്ലേറ്റ് അവിടെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ചോറ് വാർക്കാൻ വന്നത്. നേരത്ത് നാസിമോൻ എന്തോ ഒന്ന് കാട്ടിയിട്ട് എന്നോട് ചെറിയതായിട്ടൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനാണ് കേട്ടോ കരയണത്. പിന്നെ എന്തിനും ആണ് കേട്ടോ, എന്തിനെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഒന്നെങ്കിൽ സമയവും ഇല്ല, അതിൻ്റെ ഇടയിൽ ഇവരെ കളിപ്പിക്കലും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കൂലേ. വാങ്ങ് കൊടുക്കാനും ആയി, അതവിടെ കരിയും ചെയ്യും, ഇതിവിടെ വേവും ചെയ്തിട്ടുണ്ട്. റേഷൻ അരിയല്ലേ, അത് കറക്റ്റ് ആ ഒരു വേവ് നോക്കി ഊറ്റിയിട്ടില്ലെങ്കിലേ പിന്നെ അത് ഒന്നിനും പറ്റൂലല്ലോ ചോറ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഇടയിൽ പാഞ്ഞ് ഇങ്ങോട്ടും കൂടെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓൻ്റെ ഒരു കളിപ്പിക്കലും അതിന് ചെറിയൊരു സമ്മാനം കൊടുത്തതാണ് കേട്ടോ. നമുക്കൊക്കെ ക്ഷമ കുറച്ച് കുറവാണല്ലോ, ഇക്കാക്കൊക്കെ നല്ല ക്ഷമയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മക്കളെ അടിക്കില്ല. അതിന് വേണ്ടി ഞാൻ 1 2 പറയും, മൂന്നാമത്തേന് എൻ്റെ കയ്യിനാണ് അങ്ങോട്ട് പോവുക കേട്ടോ എന്ന് കരുതിയിട്ട് അങ്ങനെ അടിച്ചുകൊണ്ടല്ല, എന്നാലും കുറച്ചൊരു ക്ഷമയൊക്കെ അങ്ങോട്ട് കുറവാണ് എന്ന്. എന്തായാലും ബാങ്ക് അവിടെ നിന്ന് തന്നെ ഇതൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒക്കെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ അവിടെ അടുക്കളയിൽ നിന്ന് തന്നെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം സമാധാനത്തിൽ പിന്നെ അടിച്ചു. ഇതാ കട്ടൻ ചായയും എല്ലാം മേശമ്മ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വത്തക്കേൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിച്ചുമോള് മുറിച്ച് വെച്ചിട്ടുണ്ടായി. ഞാൻ കട്ട്ലേറ്റും വത്തക്കയും ഒക്കെ കൂട്ടി ഇതാ കട്ടൻ ചായയും കക്കിരി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. നാഫിമോന് പിന്നെ പള്ളിയിൽ പോയതാണ് കേട്ടോ. ഓൻ്റെ കൂട്ടുകാരും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോ കൂടെ അങ്ങനെ പള്ളിയിൽ പോയിട്ട് തുറന്നിട്ട് വരലാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ് എന്നാലും കുടിക്കും ഞാൻ. എന്നാലും ഫസ്റ്റ് ഞാൻ ചായ ആണ് കുടിക്കൽ. എനിക്ക് ആ ഒരു ചുമേൻ്റെത് ശരിയായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ, കഫക്കെട്ടും ചുമയൊക്കെ. അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ മസ്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഒരുത്തനിക്ക് പാത്രം വേണമെന്ന് പറഞ്ഞിട്ടേ കടി അങ്ങനെ ഒന്നേറ്റം കഴിച്ചാലായിട്ടോ. നാച്ചി എണ്ണക്കടീനോട് വലിയൊരു ഇതില്ല കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ കഴിക്കും, ആ കുട്ടി ഇങ്ങനെ നോക്കി ഇരിക്കണ പോലെ. ജ്യൂസ് അങ്ങനെ കുടിച്ചോളും, പക്ഷേ കടി അങ്ങനെ അങ്ങോട്ട് തിന്നൂല കേട്ടോ ഇവന്. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാവരും ഇരുന്ന് നോമ്പൊക്കെ തുറന്നു. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ തന്നെ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഏകദേശം ഇക്കൊക്കെ വരാനാവുന്ന ആ ഒരു സമയത്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചപ്പും താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മിഞ്ഞാന്ന് ഉപ്പേരിയാക്കി. അപ്പോൾ ഇന്ന് താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് താളിക്കാൻ വേണ്ടി വാടാൻ വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ ചപ്പ് താളിക്കലും അങ്ങോട്ടാവുമല്ലോ. പിന്നെ ഇതാട്ടോ കപ്പയിലും വെള്ളമൊക്കെ ഒഴിച്ചു അതും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ വെള്ളപ്പം ചുടാനുണ്ട്. അത് ഏകദേശം വരാനാവുന്ന ആ ഒരു സമയമാകുമ്പോൾ അങ്ങോട്ട് ചുടാമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളപ്പത്തിൻ്റെ ആവശ്യം അധികം വന്നിട്ടില്ല, എന്നാലും ഞാൻ അരച്ച് വെച്ചതല്ലേ കുറച്ചൊന്ന് അവിടെ ചുട്ടിട്ട് അങ്ങനെ കൊണ്ടുവച്ചു. കപ്പേനെ കഴിഞ്ഞിട്ടോ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കപ്പേനെ കേട്ടോ. അപ്പോൾ അത് ഉടക്കൽ പരിപാടിക്ക് ഞാൻ ഇക്കാനെ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കണം. മന്തൊക്കെ ഉണ്ടല്ലോ, ഈ മന്ത് ഞാനിന്ന് മൈസൂർ പോയ സമയത്ത് വാങ്ങിയതേന് കേട്ടോ. അത് ഇതുവരെ എടുത്തിട്ടില്ല, ഇന്നാണ് ഇപ്പം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെത്. അപ്പോൾ അത് ഉടക്കൽ ഇക്കാനെ ഏൽപ്പിച്ച്. ഇക്കാക്കൊക്കെ കപ്പ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കങ്ങനെ വലിയൊരു താല്പര്യമൊന്നുമില്ല, കഴിക്കും എന്നാലും ഇഷ്ടമാണ് ഇഷ്ടമല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ അവിടുന്ന് അപ്പം ചുടുന്നുണ്ട്. ഇത് പിന്നെ ഇക്ക കപ്പയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ അതൊക്കെ ഇനി മേശമ്മ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ചായ കുടിക്കും. ഇപ്പോൾ സമയം ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം ഇനി അടുത്ത പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.